കൊടുക്ക്. അതാണ് പെങ്ങളുടെ സ്നേഹം കേട്ടോ. പക്ഷെ ഇപ്പൊ നല്ല സ്നേഹമാണ്. ഇല്ലെങ്കിൽ എന്ന് പാട്. ആര് പറഞ്ഞു ഞാനാ നിങ്ങളുടെ പാത്തു എന്നോടൊപ്പം കൂടാൻ ആർക്കാണ് ഇഷ്ടം. ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അതാണ് മാഷാഅല്ലാഹ്. ഇനി നിർത്തിട്ടോ, ഇടക്കിടക്ക് തന്നെ ഇടുന്നുള്ളൂ. സ്റ്റുഡിയോത്തിൽ തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഇതാണ്. എന്തൊക്കെയാണ് വിശേഷം? അപ്പൊ മക്കളെ, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നുമല്ല, കൊച്ചി കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്കാ പോണത്? ആലപ്പുഴ. അതാണ് ആലപ്പുഴയിൽ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ, ആലപ്പുഴയിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. അദ്ദേഹത്തിന്റെ മക്കളുടെ പ്രൊഡ്യൂസർ മാത്രമാണോ? അല്ല, പ്രൊഡ്യൂസർ മാത്രമല്ല. ഞാൻ പറയാൻ കാരണം നമ്മൾ എങ്ങനെയാണ് പരിചയം എന്നുള്ളത് പറയണം. ആദ്യം ഒരു പ്രൊഡ്യൂസർ നമ്മളെ വർക്ക് പ്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ്. മൂപ്പരെ മക്കളുണ്ട്. മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കല്യാണത്തിന് വന്നിട്ടുമല്ലോ. മക്കൾ ഒരാള് പാത്തു, ഒരാള് ഫൗസിയ. അപ്പോൾ അതിന്റെ പാത്തുവിന്റെ കല്യാണമാണ്, ഫൗസിയാന്റെ നിക്കാഹ്, എൻഗേജ്മെന്റ്. എന്തായാലും 2 പ്രോഗ്രാം ഉണ്ട് അവിടെ, പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അതായത് പ്രൊഡ്യൂസറിലുപരി നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ആലപ്പുഴയിലോട്ട്. പിന്നെ നമ്മള് വേറെ ഒന്നും ഉണ്ട് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞ ഇന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു പട്ടാമ്പി. നമ്മളെ കൂട്ടുകാരെന്താണ് ബസജറിന്റെ പെങ്ങളെ കല്യാണം ഉണ്ടായിരുന്നു. അതിടയ്ക്ക് ഞങ്ങൾ അഡ്വാൻസ് കിട്ടിയതാണ്. അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കല്യാണത്തിന് പോണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബന്ധമാണ്. ഒരു പ്രൊഡ്യൂസറായി വന്ന് നമ്മളൊരു കാക്കാൻ്റെ പോലെ. അതുപോലെ തന്നെ നമ്മൾ ആലപ്പുഴ താത്താന്ന് വിളിക്കട്ടെ. ഞാനെൻ്റെ രാഷ്ട്രീയക്കാർക്ക് പോലുണ്ട്, ഇടയ്ക്ക് മോനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് അവിടെ ഈ വൈകൾ പോവുകയാണെങ്കിൽ പോകും. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകണമാണ്. മാഷാഅല്ലാഹ്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അവരെ കല്യാണത്തിന് നമ്മൾ പോവുകയാണ്. അവരുടെ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് നോക്കണം മക്കളെ, ഒന്ന് ഷെയർ ചെയ്തോ, ഒന്ന് സ്റ്റാറ്റസ് ഇട്ടോ, ഒന്ന് ബെൽ നട്ട് നോക്കിക്കോ. സബ്സ്ക്രൈബ് ചെയ്യണ്ട, നമ്മളെ മുത്തുകളല്ല അങ്ങനെ ചെയ്യാതിരിക്കുമല്ലേ. അതാണ്. അത് വണ്ടി ഞങ്ങളെ മുന്നിൽ പോകുന്ന വണ്ടി ടയർ വണ്ടി കേട്ടോ. നമുക്ക് കാണിച്ചു തന്നില്ലാന്ന് വേണ്ട നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാം. വിശദ ഫുഡ് കഴിക്കണം, ചായ കുടിക്കണം, കണക്കുകാരൊക്കെ നമ്മൾ സാധനങ്ങൾ എഴുതിച്ചിട്ടുണ്ടോ. ഡ്രൈവ് ചെയ്യണ കഴിഞ്ഞ മുഖ്യമന്ത്രിന്റെ വണ്ടി ഡ്രൈവിംഗ് കണ്ടിട്ട് പേടിച്ച ആളാണ്. ഉമ്മൻചാണ്ടി സാറ്. കാരണം വേറൊന്നും കിട്ടും, മമ്മൂട്ടിന്റെ ഡ്രൈവറിനൊക്കെ ഇന്ന ഡ്രൈവറായിട്ട് വിളിക്കാന്ന് പറഞ്ഞതാണ്. വിളിച്ചിരുന്നതാണ് പോവായിട്ടാണ്. സത്യം അറിയോ? മമ്മൂട്ടിനെ സത്യം പറഞ്ഞിട്ട് വിളിച്ചിരുന്നു ഡ്രൈവറായിട്ട് വരാണ്. ഇല്ലായിരുന്നു എൻ്റെ ഡ്രൈവിങ് കണ്ടിട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ പോയാക്കാം. മക്കൾ എങ്ങോട്ട് എത്തിയപ്പോൾ താറാക്കൂട്ടം കണ്ടത്. എന്തായാലും നമ്മളിതാ ഫോൺ വഴിക്കാണ് കണ്ടത്. ഫുള്ള് താറാട്ട് പോഴും വൈബ് എന്ന് പറഞ്ഞാലും പോരട്ടോ. കുട്ടി വീഡിയോ കോൾ ചെയ്തിട്ട് നല്ല കളി കേട്ടോ. അതൂടെ മോള് വീഡിയോ കോൾ ചെയ്യട്ടെ. ഒന്നിങ്ങോട്ട് നോക്കാത്തടി രാശിയെ. കൊഞ്ചിനെ കാട്ടി നോക്ക്. ഇങ്ങനെ കുട്ടിങ്ങോട്ട് പോട്ടോ. അപ്പൊ എറണാകുളത്ത് ഗൈസ് മക്കളെ നമ്മളെതട്ടോ എറണാകുളം ഇത് കഴിഞ്ഞ് എന്ത് വീട് വരെ അല്ല എന്ത് ട്രെയിൻ പോവാ? മെട്രോ. ഇതാട്ടോ മെട്രോ. നമ്മളെ സ്റ്റേഷൻ ഇങ്ങനെ ഓരോരോ 5 കിലോമീറ്റർ 6 കിലോമീറ്റർ 2-3 കിലോമീറ്ററിൻ്റെ ഇടയിലേക്ക് മെട്രോൻ്റെ തീരുന്നുണ്ട്. ഇത് മെട്രോ ആണ്, ഇത് റോഡാണ്. അത് റോഡാണ്, ഇത് മെട്രോ ആണ്. ഇതിലേതാണ് നിങ്ങൾ കണ്ടുപിടിച്ചോ? ആണോ? 2 മെട്രോ 2 മെട്രോ ഉണ്ട് ജിൽഷ പറയണത് ഗൈസ്. അതാണ്. അപ്പൊ ഇത് എവിടെയൊക്കെ പോണം? ബാംഗ്ലൂർ അല്ല, ഇത് ബാംഗ്ലൂർ, ഇത് കാസർഗോഡ് ആണോ? അതാണ്. അപ്പൊ ഫുൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടോ ഗൈസ്. അങ്ങനെ അവിടേക്കുള്ള യാത്രയിൽ പോവുകയാണ്. എന്തായാലും ബുള്ളറ്റൊക്കെ ഏട്ടനൊക്കെ നോക്കുന്നുണ്ട്. ഇവര് നല്ല നോട്ടം നമ്മൾ ആരാണ് നോക്കിട്ട്. അല്ലല്ല കാര്യം പറ, ഇത് പെണ്ണാത്ര ഓടിക്കണത്.
എന്താണ് പുതിയ ഷോപ്പ് ഉദ്ഘാടനം പോയാലോ? ഫ്രീ ടൈമിന് കിട്ടിക്കോളും. നരുന്നുണ്ടി സർവത്ത്. അപ്പൊ അങ്ങനെ നല്ല യാത്ര കണ്ട നല്ല കപ്പിൾസൊക്കെ പോകണമൊക്കെ മാഷാ അല്ലാഹ്. ഒരു പോട്ടെ സംസാരിച്ചിട്ട് എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മലയാള മനോരമന്റെ ഓഫീസറെ കാണുന്നത് തൊട്ടപ്പുറത്തെ ഇത് ബീച്ചൊക്കെ ആക്കാനില്ല. നമ്മള് മലയാള മനോരമന്റെ ഇതോടെ കാണുന്നത് സൂമിൽ കാണിച്ചുതരാം. മഴവിൽ മനോരമ. അപ്പൊ അതിന്റെ ഓഫീസർ ആലപ്പുഴക്കാണ് കണ്ടത്. അപ്പൊ ഇനി കാണാത്തതൊക്കെ ഉണ്ടെങ്കിൽ ആലപ്പുഴ പോകുമ്പോൾ എറണാകുളത്ത് ആലപ്പുഴ പോകുമ്പോൾ കാണാനേ ഉള്ളൂ. ഇതാണ് മലയാള മനോരമന്റെ. എവിടെ കാണാൻ പോയോ? ഇവിടെ ഇതാണ് ആ സാധനം. ഇതൊക്കെയുണ്ട് കല്യാണം അങ്ങനെ മക്കളെ ജിൽഷാദിൻ്റെ പാട്ടും കേട്ട് എല്ലാവരും ഇങ്ങനെ ഒത്തിരിയോടെ നിൽക്കുക കേട്ടോ. മാഷാല്ലാ. അങ്ങനെ ഇത് തലേദിവസം പറഞ്ഞാൽ ചെറിയ പരിപാടി ഉണ്ടാകുന്നുള്ളൂ. ഇൻഷാല്ലാ എന്തായാലും നാളെ കല്യാണം പൊളിച്ചെടുക്കണം. അങ്ങനെ ആൾക്കാർക്ക് സെറ്റ് സാരിയും കാര്യങ്ങളൊക്കെ ഇട്ട് ജിൽഷാദും ഫൗസി നല്ല പാട്ടും പരിപാടി കേട്ടോ. ഫൗസി ആരെ മുഖത്തൊക്കെ എന്ത് നോക്കുന്നത്, എങ്ങനെ നോക്കുന്നത്, എന്തൊക്കെ നോക്കുന്നതൊന്നും അറിയില്ല. എന്നാലും പൊളിയായിരുന്നു, വൈബായിരുന്നു. എന്തായാലും പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോയോ. അപ്പോൾ അങ്ങനെ മക്കളെ അങ്ങനെ കല്യാണത്തിന് തലേദിവസം പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കല്യാണ തലേദിവസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ കല്യാണ പെണ്ണ്, നമ്മുടെ കുഞ്ഞു പെങ്ങളാട്ടോ. പക്ഷെ എൻ്റെ മെയിൻ ശത്രുവാണ്. അപ്പോൾ കല്യാണത്തിന് പക്വതല്ല, അതൊക്കെ സങ്കടം. ഇപ്പോഴും പൊട്ടിത്തരിക. ഇവിടെ നടത്തേക്ക് മിഞ്ഞി കോപ്പ അങ്ങനെ ഒരു വർഷം കൂടി ഇല്ല. ഇത് കറിയോ? ഇപ്പൊ തന്നെ കറിയുണ്ടോ? ഉറപ്പല്ലേ? അപ്പോൾ എന്തായാലും നമ്മളെ പരിചയപ്പെട്ടത് പാട്ട്. അങ്ങനെ നമ്മള് പാട്ട് പാടാനായിട്ട് വിളിച്ചതാണ്. പിന്നെ അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ കമ്പനിയായി നല്ല ബെസ്റ്റ് ചങ്കായി കരളായി അല്ലേ? അങ്ങനെ ഇടയ്ക്ക് പാട്ട് സംശയം ഞങ്ങൾക്ക് ഇങ്ങനെ വിളിക്കും. പാട്ട് പാടാൻ അറിയത്ത് ഇന്നോട് സംശയം ചോദിക്കും. ഞാൻ വലിയ പൊങ്ങച്ചോണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അന്നെ ഫസ്റ്റ് ഫീൽഡിൽ കൊടുന്നവരാ ആരാ? ഫീൽഡിൽ കൊടുന്നവരാ? ഇവരൊക്കെ എത്തിയതാരാ? ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഈ കുരിപ്പിന്റെ വീഡിയോസും കാര്യങ്ങളും കേട്ടോ. അല്ലമ്മ ഇവിടെ വീഡിയോസെല്ലാം ഉണ്ടാവുക അല്ലേ? ഇവിടെ വീഡിയോസും ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇവിടെ വീഡിയോസും മൊത്തം ഇവിടെ വീഡിയോസും കാര്യങ്ങളാണ്. എന്നിട്ട് ഓളൊക്കെ പുച്ഛിച്ചിട്ട് നോക്ക് കുരിപ്പ്. അങ്ങനെ എന്തായാലും കല്യാണ പെണ്ണ് ഒതുങ്ങി. നാളെ എൻഗേജ്മെന്റ് അല്ലേ? ഇതെന്താ ചെക്ക വിളിക്കുന്നുണ്ടോ? പറയാ നിൽക്കുന്നുണ്ടോ? കാര്യോ ചെന്ത് നോക്കണേ. പക്ഷെ ഇന്നിവിടെ മേക്കപ്പ് ചെയ്തത് ഓവറായിട്ട് ഓപ്പണായിട്ട് പറയും. കൊള്ളൂലെന്നല്ല, പക്ഷെ അവർ ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഇവിടെ ഫേസിന് കൊള്ളൂല. നാളെ മേക്കപ്പ് ചെയ്യരുത്. ആ മക്കളെ വെല്ലുവിളി കേട്ടോ. ഇത് ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ ഇന്ന് ഇടേണ്ട വീഡിയോ ആണ്. നാളത്തെ കല്യാണത്തിന് മേക്കപ്പ് ഇടുകയാണെങ്കിൽ വെള്ളമായി ഞാൻ വെള്ളം വയ്ക്കും. മുഖത്തേക്ക് വെള്ളം വയ്ക്കും അല്ലേ? ഉറപ്പാണ് അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളല്ലേ. അപ്പൊ നമ്മളെ പാത്തൊരു പാട്ട് പാടാം അല്ലെ? പോസ്റ്റൊരു പാട്ട് പാടാണ്. എന്നാ പാത്ത് പാട്ട് പാടേ. റെഡി 1 2 3 സ്റ്റാർട്ട്. കല്യാണ ചെക്കനെ കണ്ടിട്ട് കേട്ടോ. അല്ല എന്റെ മാപ്പിളക്ക് കണ്ടിട്ടല്ലേ? പാട്. ഞാനാ നിങ്ങളുടെ പാത്തു എന്നോടൊപ്പം കൂടാൻ. ആർക്കാണ് ഇഷ്ടം. ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ. അപ്പോ ഈ സന്തോഷം കാര്യങ്ങൾ നാളെയും കാണണം കേട്ടോ. ഞാൻ സന്തോഷിക്കും. ഞാൻ കരയില്ല. ഇപ്പത്തിനോട് കണ്ണെന്ന് അറിയണ്ടോ? ഇല്ല. ഓക്കെ. ഇതാരാ? കൊടുക്കടി ചോദിച്ചില്ല എമ്മോഴിച്ചില്ല കൊടുക്ക്. ആ അതാണ് പെങ്ങളുടെ സ്നേഹം കേട്ടോ. പക്ഷെ ഇപ്പൊ നല്ല സ്നേഹമാണ്. ഇല്ലെങ്കിൽ എന്ന് തല്ലുമക്കാണ് അല്ലേ? അപ്പൊ എന്തായാലും ഇങ്ങനെ കല്യാണ കാര്യങ്ങളൊക്കെ ആയി മാഷാഅല്ലാഹ് പഠിച്ചു പൊളിക്കാം. അപ്പൊ എന്തായാലും മക്കളെ നാളെ ഇനിയിപ്പോ ഒരു സമയം 2 മണി കിട്ടും. അപ്പൊ എന്തായാലും 12:30 ആയിട്ടുള്ളു.
രണ്ടാക്കി കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞോ പാവങ്ങളുടെ രാത്രിയാണ് വീഡിയോ സപ്പോർട്ട് ചെയ്യല്ലോ കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ മക്കളെ, അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. അസ്സലാമു അലൈക്കും.